साथियों, आपने ये भी देखा है कि इस चुनाव में एलडीएफ और यूडीएफ दोनों मिलकर सिर्फ बीजेपी को गालियां दे रही है। उनके निशाने पर सिर्फ बीजेपी है। इसकी एक वजह और भी है जो आपको जरूर जानना चाहिए, नोट करना चाहिए। दरअसल एलडीएफ और यूडीएफ की सीक्रेट पार्टनरशिप इतनी पक्की है कि एक दूसरे पर आरोप लगाने से बच रहे हैं। और इसलिए और असल में ये दोनों एक ही सिक्के की दो साइड है। इनकी ये दुश्मनी है ना, वो नकली है, WWF है। एलडीएफ और यूडीएफ की दोस्ती एवरग्रीन है। जब भी दिल्ली में सरकार बनती है साथ होते हैं, बगल में तमिलनाडु में साथ में चुनाव लड़ रहे हैं। പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇടത് വലത് മുന്നണികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കാര്യം? രണ്ട് മുന്നണികളും ഒന്നു ചേർന്ന് ബിജെപിയെ മാത്രമാണ് വിമർശിക്കുന്നത്. അവരുടെ ചിന്തയിൽ നിന്ന് ബിജെപി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം ഉറപ്പായും ശ്രദ്ധിക്കണം. ഇവരുടെ രഹസ്യ കൂട്ടുകെട്ട് വളരെ ശക്തമായതിനാലാണ് ഇവർ പരസ്പരം വിമർശിക്കാൻ പോലും തയ്യാറാകാത്തത്. ഇവരുടെ ശത്രുത എന്നുള്ളത് ഇവരുടെ തട്ടിപ്പാണ്. ഇവരുടെ ശത്രുത എന്നുള്ളത് വ്യാജമാണ്. ഇവരുടെ സൗഹൃദം എന്നുള്ളത് അനാദിയാണ്. ഇവർ നാണയത്തിന്റെ ഒരു വശങ്ങളാണ്. ഇവർ വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഇവരുടെ സൗഹൃദം കർട്ടന് പിന്നിലാണെങ്കിൽ മറ്റിടങ്ങളിലെ ഇവർ പരസ്യമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. एनडीए सुहृदुक्कडे लेफ्ट और कांग्रेस दोनों वोट बैंक के लिए कट्टरपंथी लोगों को राजनीति में आगे बढ़ाते हैं। मुनंबम जैसी घटनाएं केरलम में आम होती जा रही है। वहां सैकड़ों ईसाई और हिंदू परिवारों को डराया गया, लेकिन केरलम सरकार पीड़ितों को सहायता देने की जगह कट्टरपंथी ताकतों के साथ खड़ी नजर आती है। यह खतरनाक ट्रेंड है। वोट बैंक के लिए केरलम और देश की सुरक्षा से खिलवाड़। केरलम के देशभक्त लोग इसे कभी भी कामयाब नहीं होने देंगे। പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ രണ്ട് മുന്നണികളും വിഘടനവാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, മുനമ്പം പോലെയുള്ള സംഭവങ്ങൾ ഇന്നിവിടെ സാധാരണമാവുകയാണ്. മുനമ്പത്ത് നിരവധി ക്രിസ്ത്യൻ ഹിന്ദു കുടുംബങ്ങൾ ഈ വിഘടനവാദികളുടെ പ്രവൃത്തി മൂലം വളരെ ഭീതിയിലായിരുന്നു. എന്നാൽ ഇരകൾക്ക് സഹായം നൽകേണ്ട സർക്കാർ വിഘടനവാദികൾക്കൊപ്പം ചേരുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇത് അപകടകരമായ പ്രവണതയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇവർ കേരളത്തിന്റെ സുരക്ഷയെ അപകടത്തിലാക്കുകയാണ്. ദേശഭക്തരായ മലയാളികൾ, കേരളത്തിലെ ജനങ്ങൾ ഇത് അനുവദിക്കില്ല. अंडे सुहृदुक्कडे लेफ्ट और कांग्रेस का भ्रष्टाचार हो या उनका तुष्टीकरण, इसका सीधा हमला केरलम की संस्कृति और आस्था पर हो रहा है। पहले इन लोगों ने सबरीमला तीर्थ को बदनाम करने के लिए कैसे कैसे षड्यंत्र रचे थे, और अब सबरीमला इनकी लूट और चोरी के निशाने पर भी आ गया है। പ്രിയപ്പെട്ടവരെ, ഇടത് വലത് മുന്നണികൾ അഴിമതിയായാലും പ്രീണനമായാലും അതിന്റെ നേരിട്ടുള്ള ആഘാതം അനുഭവിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരവും വിശ്വാസവുമാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.